ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GNN-GJ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാഴപ്പൂ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാഴപ്പൂ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു വാഴപ്പൂ എടുത്തിട്ടുണ്ട്. ഇതിനെ ബനാന ഫ്ലവർ എന്നും പറയും. പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെയാ കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതിന്റെ തലഭാഗം മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഓരോ തോലായിട്ട് ഉരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലെ ഈ സാധനങ്ങളാണ് അരിഞ്ഞെടുക്കേണ്ടത്. വാഴപ്പൂവില് എല്ലാ മിനറൽസ്, ഫോസ്ഫറസ്, കാൽഷ്യം, പൊട്ടാഷ്യം, കോപ്പർ, മാഗ്നീഷ്യം, അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല വേറെയും കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിന്റെ ഉള്ളില് കറുത്ത സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സ്റ്റെം ഉണ്ടാവും. അത് മാറ്റിയിട്ട് വേണം തോരന് അരിഞ്ഞെടുക്കേണ്ടത്. ചില ആൾക്കാർ ഇത് മാറ്റാതെ കറിക്ക് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യരുത്. ഇത് മാറ്റാതെ കറിക്കോ തോരനോ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ഒരു കയ്പ്പ് കാണും. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി കുറച്ച് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് മാറ്റാം. ഉപ്പ് വെള്ളത്തിൽ ഇത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വാഴപ്പൂവിൽ ലേശം പശ കാണും. അതുകൊണ്ട് ഇത് ഉപ്പ് വെള്ളത്തിൽ ഇടുവാണെങ്കിൽ ആ പശയൊക്കെ പോയി കിട്ടും. മോളിലെ തൊലിയൊക്കെ ഉരിച്ചു വരുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് കളയരുത്. ഇതുപോലെ തല മുറിച്ച് 5-6 ഭാഗമാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വാഴപ്പൂ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 3 ചെറിയ ഉള്ളി, 4-5 വെളുത്തുള്ളി, 4 വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ചെറുതായിട്ട് ചതച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തേങ്ങ പിരിപിരിയായിട്ട് കിട്ടണം. വാഴപ്പൂ സ്ട്രെയിനർ യൂസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാറ്റിവെക്കാം. ഒരു പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 സവാള ചേർത്ത് വഴറ്റാം. 3 ചുവന്ന മുളക് ചേർക്കാം. 2 മിനിറ്റ് വഴറ്റിയതിനു ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് മിക്സ് ആക്കാം. ഇതിലോട്ട് വാഴപ്പൂ ചേർത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം. വാഴപ്പൂ വേവാനായിട്ട് 3-4 ടീസ്പൂൺ വെള്ളം ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇത് വേവാനായിട്ട് അധിക സമയമോ അധിക വെള്ളമോ ആവശ്യമില്ല. പെട്ടെന്ന് വെന്തോളും. വാഴപ്പൂ വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തീയിൽ തുറന്നു വെച്ച് 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. വാഴപ്പൂ നിറമൊക്കെ മാറി ചെറുതായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വാഴപ്പൂ തോരൻ തയ്യാറായി കഴിഞ്ഞു. ഇത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ചോറിന്റെ കൂടെ വെറുതെ കഴിച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നാൽ ആരോഗ്യത്തിന് അത്രയും നല്ലതുമാണ്. ബ്ലഡ് ഷുഗറൊക്കെ കുറയ്ക്കാനും ബോഡിയിൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും വാഴപ്പൂ സഹായിക്കും. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കും വേണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.